ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ വടയാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി വേണം, പെരിഞ്ജീരകം വേണം, കുറച്ച് കായം വേണം, ഒരു 4-5 വെളുത്തുള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ വേണം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസിനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, നമ്മളിത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം തന്നെ ധാരാളമാണ്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിച്ചെടുക്കുമ്പോഴത്തേനും ചെമ്മീനും വല്ലാണ്ട് റബ്ബർ പോലെയാവും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെമ്മീനൊക്കെ നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി ചെമ്മീനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അമ്മിയിലാണ് അരയ്ക്കണത്. നിങ്ങൾ അമ്മിയിൽ അരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. കാരണം കഴിയുന്നതും അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കണത്. എന്നാലും നമുക്ക് ആ ഷേപ്പിൽ അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കണമെങ്കിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നോക്കി നോക്കാം. അങ്ങനെ മാക്സിമം വെള്ളം കുറച്ച് അരയ്ക്കാൻ ശ്രമിക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് അരച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറാണ് ചേർക്കണത്. മുഴുവൻ കായ ഉണ്ടെങ്കിലും ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി. അരച്ചെടുക്കുകയാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി അതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോഴും ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല, കാരണം ഉള്ളിയൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമ്മളിനി ചെമ്മീനിട്ട് അതും ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ചെമ്മീനിലും കുറച്ചൊക്കെ ഒരു കുക്ക് ചെയ്തെടുത്തായതുകൊണ്ട് കുറച്ച് മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ നമുക്കധികം വെള്ളം ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ വല്ലാതെ ലൂസായി പോകും. നമുക്കങ്ങനെ കയ്യിൽ വെച്ച് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് അരയ്ക്കണമെങ്കിൽ കുറേശ്ശെ ഇട്ട് ഒന്ന് അരച്ചിട്ട് വേണമെങ്കിൽ മാത്രം 1 സ്പൂൺ ചേർത്ത് അങ്ങനെയായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നോക്കി നോക്കുക. അല്ലാതെ ചേർക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മളിതിൽ ചേർക്കണില്ല. ഞാനതൊരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിനെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ പാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ആയാലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓരോ വടയും ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ അതിനെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാതും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ ചെമ്മീൻ വടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് മറ്റേ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.